എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു വൈൽഡ് ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ ജയ്പൂരായിരുന്നു. ജയ്പൂരുള്ള ജലാന ലെപ്പേഡ് റിസർവിൽ ഞങ്ങൾ കുറച്ച് സഫാരികൾ നടത്തി. തെറ്റില്ലാത്ത കുറച്ച് ലെപ്പേഡിൻ്റെ പടങ്ങളും ഞങ്ങൾക്ക് കിട്ടി. ജലാനയുടെ സഫാരി വീഡിയോ 2 ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ പ്രസൻറ്റ് ചെയ്തിരുന്നത്. ഞങ്ങൾ ഏകദേശം 5 ദിവസത്തോളം ജലാനയിൽ സഫാരി നടത്തിയിരുന്നെങ്കിലും ഫോട്ടോഗ്രാഫിക്ക് പ്രാധാന്യം കൊടുത്ത കാരണം അധികം വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. അതുകൂടാതെ 5 ദിവസത്തെ സഫാരിയുടെ വീഡിയോസ് നമ്മൾ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാണുന്നവർക്കും മടുക്കും. അതുകൊണ്ടാണ് മെയിൻ ഭാഗങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് 2 ദിവസത്തെ സഫാരി ആയിട്ട് ഞാൻ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്തത്. എനിക്ക് ബിഗ് ക്യാറ്റ്സിൽ പണ്ട് തൊട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പീഷീസ് പുള്ളിപ്പുലികളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പുള്ളിപ്പുലികളുടെ മാത്രം പടം കൊടുക്കാനായിട്ട് പലതവണ ജലാന വന്നതും ഇനിയും വരാനായിട്ട് പ്ലാൻ ചെയ്യണതും. അതുപോലെ തന്നെ ജലാന ലെപ്പേഡ് സീരീസ് കാണാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇന്ന് രാത്രി രാജസ്ഥാനിലെ മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ളൊരു പരിപാടിയാണ് ഞങ്ങൾ ഇട്ടേക്കുന്നത്. ഇതും പുള്ളിപ്പുലികളെ തപ്പി തന്നെയുള്ളൊരു യാത്രയാണ് കേട്ടോ. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ യാത്രകളായിട്ട് ഇതിനൊരു വ്യത്യാസമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പുലീനെ തപ്പിയത് കാടുകളിലാണെന്നുണ്ടെങ്കിൽ ഇത്തവണ നമ്മൾ പുലീനെ തപ്പാൻ പോണത് രാജസ്ഥാനിലെ ഉൾഗ്രാമങ്ങളിലാണ്. അതിരാവിലെ 3 മണിക്കാണ് ഞങ്ങളുടെ ട്രെയിൻ ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്നത്. AC സ്ലീപ്പർ കോച്ചൊക്കെയാണ് ബുക്ക് ചെയ്തേക്കണമെങ്കിലും ഇന്നത്തെ രാത്രിയത്തെ ഉറക്കം പോയിന്ന് തീരുമാനിച്ച് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയേക്കണത്. ഈ ഭാഗങ്ങളിലെല്ലാം മിക്കവാറും AC കോച്ചുകളിൽ ടിക്കറ്റ് ഇല്ലാത്തവരും റിസർവേഷൻ ഇല്ലാത്തവരൊക്കെ കയറി യാത്ര ചെയ്യാറുണ്ട്. എനിക്കും സന്ദീപിനും അതുപോലെ തന്നെ ഞങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്കും നേരത്തെ ഈ പരിസരത്ത് യാത്ര ചെയ്തപ്പോൾ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ക്യാമറയൊക്കെ ആയിട്ട് യാത്ര ചെയ്യണ കാരണം അത് ശ്രദ്ധിക്കാൻ വേണ്ടി ഓരോരുത്തരും മാറി മാറി എഴുന്നേറ്റിരിക്കാമെന്നാണ് തീരുമാനിച്ചേക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന അനീഷ് ജയന് നാട്ടിലൊരു അത്യാവശ്യമായിട്ട് തിരിച്ചു പോകേണ്ടത് കൊണ്ട് ഞാനും സന്ദീപും മാത്രമായിട്ടാണ് ഈ യാത്ര. രാവിലെ 2:30 ആയപ്പോഴേക്കും ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. ജയ്പൂരിൽ നിന്ന് ഏകദേശം 6-7 മണിക്കൂർ യാത്രയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ പ്രതീക്ഷിച്ച മാതിരിത്തെ തിരക്കോ ശല്യങ്ങളോ ഒന്നും ഇല്ലാണ്ടിരുന്ന കാരണം ക്യാമറ ബാഗ് സേഫാക്കി വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് മയങ്ങി. രാവിലെ ഞങ്ങൾ കണ്ണു തുറന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതൊക്കെയാണ്. ഉദയ്പൂരിൻ്റെയും ഗുജറാത്തിൻ്റെയൊക്കെ സൈഡിലേക്കാണ് ഞങ്ങളിപ്പോൾ ജയ്പൂരിൽ നിന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു വരണ്ട ഭൂപ്രകൃതിയാണ് എല്ലായിടത്തും കാണാൻ പറ്റുന്നത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേയധികം കൃഷി സ്ഥലങ്ങളും കാണാം. പിന്നെ ഈ പരിസരത്ത് മുഴുവനും ഈ കാണുന്ന മുൾച്ചെടികൾ ധാരാളം വളർന്നു നിൽക്കുന്നുണ്ട്. രാവിലെ 10 മണിയായപ്പോഴേക്കും ഞങ്ങൾ ജവായ് ബന്ദ് എന്ന പേരുള്ളൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടെ നിന്ന് ഞങ്ങൾ ബോംബെയിൽ നിന്ന് തന്നെ വേറെ ഒരു ഗ്രൂപ്പിൻ്റെ ഒപ്പം ചേർന്ന് പോകാനായിട്ടാണ് പരിപാടി ഇട്ടേക്കുന്നത്. ഏകദേശം അരമണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോഴേക്കും മുംബൈയിൽ നിന്ന് വന്ന ട്രെയിന് അവരും റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള പിക്കപ്പ് തൊട്ട് സകല പരിപാടിയും ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തേക്കണ റിസോർട്ട് ഓണറാണ് കേട്ടോ ചെയ്യണത്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഡ്രൈവർ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്ത് റിസോർട്ടിലേക്ക് നീങ്ങാണ്. ജയ്പൂരിൽ വെച്ച് നമ്മൾ കണ്ട അരാവലി മലനിരകളുടെ ഭാഗമായിട്ടുള്ള മനകളാണ് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ജയ്പൂരിലെ മലകളിൽ മുഴുവനും മരങ്ങളും പച്ചപ്പ് വാർന്നുണ്ടെങ്കിൽ ഈ പരിസരത്തുള്ള മലകളിൽ കംപ്ലീറ്റ് കല്ലുകളാണ്. നമ്മൾ ഈ നേരെ തന്നെ കാണുന്ന ഡാമാണ് ജവായ് ഡാം. ജവായി ഉൾപ്പെടുന്ന പാലി ഡിസ്ട്രിക്റ്റിലെ പ്രധാന ജലസ്രോതസ്സാണ് ഈ കാണുന്ന ഡാം. ഈ ഡാമുള്ളത് കൊണ്ട് തന്നെയാണ് പുലിയടക്കം പല മൃഗങ്ങളും പക്ഷികളും എല്ലാം ഇവിടെ ഉണ്ടാവാനായിട്ടുള്ള കാരണം.
തൊട്ടു മുമ്പിൽ പോണ സഫാരി ജീപ്പ് പോലത്തെ ഒരു ജീപ്പിലാണ് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ജവായ് ബന്ദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്ററോളം അകത്തേക്ക് കയറിയാണ് ഞങ്ങളുടെ റിസോർട്ടുള്ളത്. റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് കുറേയധികം മലകളും വിജനമായിട്ടുള്ള സ്ഥലങ്ങളും പിന്നെ ഇതുപോലെയുള്ള ഗ്രാമങ്ങളും ആയിരുന്നു ഞങ്ങളുടെ കാഴ്ച. കോൺക്രീറ്റൊക്കെ ചെയ്തേക്കണ റോഡുകൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വണ്ടികൾ കൃഷിയിടങ്ങളുടെ ഇടയിൽ കൂടെ മണ്ണിട്ടൊരു റോഡിലേക്ക് കയറി. വരാവൻ ലെപ്പേഡ് ക്യാമ്പ് പേരുള്ള ഒരു റിസോർട്ടിലാണ് അടുത്ത 2 ദിവസത്തെ ഞങ്ങളുടെ സ്റ്റേ. പ്രോപ്പർട്ടിയിലേക്ക് എത്തിയപ്പോഴുള്ള ആദ്യ കാഴ്ചയാണിത്. റിസപ്ഷൻ ഏരിയ ഒന്നും വലിയ പോഷല്ലെങ്കിലും ഉള്ളത് നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ചെറിയ ഗേറ്റ് കിടന്ന് എത്തുന്നത് കോട്ടേജുകളുടെ അടുത്തേക്കാണ്. നല്ല ഭംഗിയുള്ള ഇങ്ങനത്തെ ടെൻറ്റുകളിലാണ് ഞങ്ങളുടെ സ്റ്റേ. സാധാരണ വൈൽഡ് ലൈഫ് ടൂറുകൾക്ക് പോകുമ്പോൾ സ്റ്റേക്ക് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. അതായത് സ്റ്റേ ചെയ്യണ സ്ഥലത്ത് നിന്ന് എത്രയും പെട്ടെന്ന് സഫാരി തുടങ്ങുന്ന പോയിന്റിലേക്കോ അല്ലെങ്കിൽ ടൂർ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കോ എത്താമെന്നുള്ളതിനാണ് ഞങ്ങൾ സാധാരണയായിട്ട് പ്രാധാന്യം കൊടുക്കാറ്. ടെൻറ്റിൻ്റെ മോഡലിൽ ചെയ്തേക്കണ ഈ കോട്ടേജസിൽ സിറ്റിംഗ് ഏരിയയും AC-യും അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ ഫെസിലിറ്റീസും എല്ലാം ഉണ്ട്. ഓരോ കോട്ടേജും 3-4 പേർക്കോ അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് നിൽക്കാൻ പാകത്തിന് സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തേക്കണത്. ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് മയങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചപ്പോഴേക്ക് ഞങ്ങൾക്ക് സഫാരി പോകാനായിട്ടുള്ള ജീപ്പ് എത്തി. 2 ജീപ്പിലായിട്ട് ഞങ്ങൾ 10 പേരാണ് സഫാരിക്ക് പോണത്. ഇതിൽ ഞങ്ങളുടെ റിസോർട്ടിൻ്റെ ഓണറും അതുപോലെ തന്നെ ഒരു ഗൈഡും ഞങ്ങളുടെ ഒപ്പം വന്നിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ളൊരു മലയിൽ അമ്മപ്പുലിനെയും കുഞ്ഞിനെയും കണ്ടായിരുന്നെന്നും പറഞ്ഞുകൊണ്ട് ഡ്രൈവർക്ക് കുറച്ചു നേരം മുമ്പ് ഒരു കോള് വന്നായിരുന്നു. ആദ്യം തന്നെ നമുക്ക് അതൊന്നും നോക്കാമെന്നും പറഞ്ഞ് അങ്ങടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെമ്മരിയാടിൻ്റെ കൂട്ടങ്ങളെയും കൊണ്ട് പോണ ആളുകൾ ആദ്യം ഇവിടെ വന്നപ്പോൾ ഒരു കൗതുക കാഴ്ചയായിരുന്നെങ്കിലും ഇത് കണ്ട് ഇത് സാധാരണ കാഴ്ചയായി മാറി. കൃഷിയും കന്നുകാലികളെ വളർത്തലുമാണ് ഇവിടെയുള്ളവരുടെ പ്രധാന വരുമാന മാർഗം. അതുകൊണ്ട് തന്നെ നേരത്തെ കണ്ട ജവായ് ഡാമിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇവരുടെ എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജവായ് ട്രിപ്പിൻ്റെ ഏകദേശം അവസാനം വരെ ഇങ്ങനെയുള്ളൊരു ഭൂപ്രകൃതി കൂടെയാണ് നമ്മൾ സഞ്ചരിക്കാൻ പോണത്. മുന്നിൽ കാണുന്ന മലകളിലേക്കാണ് നമ്മൾ പുലികളെ തപ്പാൻ പോണത്. ഞങ്ങളങ്ങനെ ആദ്യത്തെ മലയുടെ ചോട്ടിലെത്തിയിട്ട് മലയിലേക്ക് കയറി തുടങ്ങാണ്. സാധാരണ നമ്മുടെ കാടുകളിലേക്കൂടെയുള്ള മാതിരിത്തെ സഫാരിയേ അല്ല ഇവിടുത്തെ സഫാരി. ഇതുപോലെയുള്ള കുന്നുകളിൽ നിന്ന് ചേർന്ന് കിടക്കുന്ന മറ്റുള്ള കുന്നുകളിലേക്ക് കയറിയാണ് പുലികളെ തപ്പണത്. ഇതുപോലെയുള്ള ഓരോ മലകളുടെ മേലിൽ കയറിയിട്ട് ചുറ്റും ബൈനോക്കുലറും ക്യാമറയും വെച്ച് പുലികളുടെ മൂവ്മെൻ്റ് ഉണ്ടോയെന്ന് നോക്കും. അങ്ങനെ എന്തെങ്കിലും പുലികളെ സ്പോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി എടുത്ത് പുലിയുള്ള സ്ഥലത്തേക്ക് പോകുക എന്നുള്ളതാണ് ഇവിടുത്തെ പതിവ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഈ മലയുടെ താഴെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പുലി വന്ന് ഞങ്ങളെ എത്തി നോക്കിക്കൊണ്ട് അപ്പം തന്നെ അകത്തേക്ക് വലിഞ്ഞു. ആകെ ഒരു 10-20 സെക്കൻഡാണ് പുലി പുറത്തു വന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനുൾപ്പെടെ 3 പേർക്ക് മാത്രമാണ് അതിൻ്റെ ഫോട്ടോയും കിട്ടിയുള്ളൂ.
അധികം താമസിക്കാണ്ട് ഞങ്ങൾ ഞങ്ങളുടെ റിസോർട്ടിലേക്ക് തിരിച്ചു പോന്നു. അടുത്ത ദിവസത്തെ സഫാരി ഒടുങ്ങിയേക്കാണ്ട ഞങ്ങൾ. ഇന്നിവിടെ അടുത്തുള്ളൊരു ഗ്രാമത്തിനോട് ചേർന്നുള്ളൊരു മലയിലേക്കാണ് ഞങ്ങൾ പോണത്. രാജസ്ഥാനിലെ തനി ഉൾനാടൻ ഗ്രാമങ്ങളിലെ കാഴ്ചകളാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയത്. വലിയ പൊലിമയില്ലാത്ത വീടുകളാണ് നമ്മൾ ഈ ഗ്രാമത്തിൽ കണ്ട മിക്കതെങ്കിലും ഒന്നോ രണ്ടോ നല്ല വീടുകളും ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. ഈ ഗ്രാമങ്ങളിലൂടെയുള്ള വഴികളെല്ലാം മിക്കതും കോൺക്രീറ്റ് ചെയ്തതോ അല്ലെങ്കിൽ മണ്ണിട്ട വഴികളോ മാത്രമാണ്. ഗ്രാമപ്രദേശങ്ങളോട് ചേർന്നുള്ള സ്ഥലങ്ങൾ മുഴുവനും കന്നുകാലികളും ആടുകളും നിറഞ്ഞു നിൽക്കുകയാണ്. രാവിലെ തന്നെ ആയതുകൊണ്ട് ഗ്രാമങ്ങളിൽ നിന്ന് ഇതിനെല്ലാത്തിനും മേയാൻ കൊണ്ടുപോകുന്ന സമയമാണത്. പുലികൾ പലപ്പോഴും ഇവരുടെ ആടുകളെയും പശുക്കളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകാറുണ്ട് കേട്ടോ. ഏകദേശം 50-60 ലെപ്പേഡുകളുള്ള ഏരിയയാണ് ഈ ജവായ് ബന്ദ്. ഈ ഒരു മേഖലയിൽ കഴിഞ്ഞ 50 വർഷമായിട്ട് മനുഷ്യനും പുലികളും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? മനുഷ്യനും മൃഗങ്ങളുമായിട്ടുള്ള സഹവാസത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് പല ഇൻ്റർനാഷണൽ മീഡിയാസും ചൂണ്ടിക്കാണിച്ചേക്കുന്ന ഒരു ഉദാഹരണമാണ് ജവായില. ഇവിടെ പുലികൾ കൊന്നു തിന്നണ കന്നുകാലികൾ ദൈവത്തിനുള്ള വഴിപാടെന്നുള്ള രീതിയിലാണ് ഇവിടുത്തുകാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ കന്നുകാലികളെ പുലികൾ പിടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇവർക്ക് യാതൊരു പരിഭവവും ഇല്ല. പിന്നെ പുലികൾ മനുഷ്യന്മാരെ അറ്റാക്ക് ചെയ്തെന്നുള്ളൊരു സംഭവമേ ഇവിടെ കേട്ടിട്ടില്ല. ജവായ് ഡാമിൻ്റെ റിസർവോയറിനെ ചുറ്റിപ്പറ്റിയാണ് പല ഗ്രാമങ്ങളും ഉള്ളത്. ജവായ് ഏരിയയിലേക്ക് പുലികളെ കാണാനായിട്ട് ആളുകൾ കൂടുതലായിട്ട് വന്നു തുടങ്ങിയതോടുകൂടി ഇവിടുത്തെ ടൂറിസവും ഒന്ന് പച്ചപിടിച്ചു. ആളുകൾ ഇവിടെ വന്ന ടൂറിസ്റ്റുകൾക്ക് സ്റ്റേ ചെയ്യാനായിട്ട് റിസോർട്ടുകളും അതുപോലെ തന്നെ ഹോം സ്റ്റേകളൊക്കെ പണിയാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നാട്ടുകാർ കുറേ പേർക്ക് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ മേഖലയിലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള റിസോർട്ടുകളിലും ഹോം സ്റ്റേകളിലും എല്ലാം ജോലിയും കിട്ടി. അതുപോലെ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള കുറേ ആളുകൾ ഡ്രൈവർമാരും ഗൈഡുമാരൊക്കെ ആയിട്ട് ജോലി നോക്കി തുടങ്ങി. അങ്ങനെ പുലികൾ കാരണം ഈ പരിസരത്തുള്ള കുറേ ആളുകളുടെ ജീവിതം ഒന്ന് പച്ച പിടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞങ്ങൾ ഈ പരിസരത്തുള്ള മലകളുടെ മേൽഭാഗം ഓരോന്നും മാറി മാറി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പുലികൾക്ക് നല്ല കിളികൾക്ക് പോലും നിൽക്കാൻ പറ്റാത്ത അത്രയും ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഈ മലയുടെ മേൽഭാഗം മുഴുവനും. ആട്ടുംകൂട്ടങ്ങളും അതുപോലെ തന്നെ ഇങ്ങനത്തെ തലപ്പാവ് വെച്ച ആളുകളൊക്കെ ഇവിടുത്തെ സാധാരണ കാഴ്ചകളാണ് കേട്ടോ. ഈ കാണുന്ന തലപ്പാവ് ഇവരുടെ പരമ്പരാഗത വേഷത്തിൻ്റെ ഭാഗമാണ്. കാര്യമായിട്ടുള്ള ലെപ്പേർഡ് മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്തതും കൊണ്ട് ഞങ്ങൾ ജവായ് ഡാമിൻ്റെ സൈഡിൽ തന്നെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചേക്കാം. ഈ പരിസരത്ത് പുലികൾ മാത്രമല്ല കേട്ടോ, കുറേയധികം ദേശാടന പക്ഷികൾ കൂടി വന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഞങ്ങൾക്ക് സമയക്കുറവുള്ള കാരണം പക്ഷികളെ ഒന്നും തപ്പി പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ജീപ്പിൻ്റെ അകത്ത് വെച്ചാണ് കഴിക്കാറെങ്കിലും ഇന്ന് ആവശ്യത്തിന് സമയമുള്ള കാരണം കസേരയൊക്കെ ഇട്ടാണ് ഇവർ സെറ്റ് ചെയ്തേക്കണത്.
ഇന്ന് രാവിലെ ഞങ്ങളൊരു ഫോട്ടോ പോലും കിട്ടാണ്ടാണ് തിരിച്ച് റിസോർട്ടിലേക്ക് പോണത്. കന്നുകാലികളെയും ആടുകളെയും മാത്രമല്ല കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടകം കൂട്ടങ്ങളെ നമുക്കിവിടെ കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസം വൈകിട്ട് വന്ന സ്ഥലത്തേക്ക് തന്നെയാണ് ഞങ്ങൾ ഇന്ന് വൈകുന്നേരത്തെ സഫാരിയിലും വന്നേക്കണത്. ഞങ്ങൾ ചെറിയൊരു കുന്നേറി മേലിലേക്ക് വന്നപ്പോൾ അറ്റത്തൊരു ആട്ടുംകൂട്ടത്തിനെ മേച്ചുകൊണ്ട് കിടക്കണ 2 പിള്ളേരെയാണ് കണ്ടത്. പിള്ളേരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇവന്മാരൊരു ആടിനെ പുലി പിടിച്ചുകൊണ്ട് അവിടുത്തെ ഗുഹയുടെ അകത്ത് കയറിയിട്ടുണ്ടെന്ന് പറയണത്. ഏത് ഗുഹയിലേക്കാണ് പുലി ആടിനെയും പിടിച്ചുകൊണ്ട് കയറിപ്പോയെന്നുള്ളതെല്ലാം ഈ കുഞ്ഞൻ കൃത്യമായിട്ട് പറഞ്ഞുതരാണ്. പിള്ളേർക്ക് കുറച്ച് പൈസയും കൊടുത്തുകൊണ്ട് ഞങ്ങൾ അവന്മാർ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. ഈ നേരെ കാണുന്ന ഗുഹയിലേക്കാണ് പുലി ആടിനെ പിടിച്ചുകൊണ്ട് കയറിപ്പോയേക്കണത്. ആ പിള്ളേരെ കണ്ട സ്ഥലത്ത് നിന്ന് കഷ്ടിച്ച് 50-100 മീറ്റർ ദൂരമുള്ളൂ ഈ ഗുഹയിലേക്ക്. ഇവിടെ പുലിയുള്ള സ്ഥിതിക്ക് ഇന്നിനിപ്പോൾ വേറെ സ്ഥലങ്ങളിലേക്കൊന്നും പോകണ്ട, ഇവിടെ തന്നെ നിൽക്കാമെന്നാണ് ഇന്നത്തെ തീരുമാനം. ഏകദേശം ഇരുട്ടൊക്കെ ആയി തുടങ്ങിയപ്പോഴേക്കും ഒരു പെൺപുലിയും അതിൻ്റെ കുഞ്ഞും ഞങ്ങൾക്ക് വന്ന് ദർശനം തന്നുകൊണ്ട് തിരിച്ചുപോയി. കുറച്ച് രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പരിസരത്ത് നിന്ന് റിസോർട്ടിലേക്ക് മടങ്ങുന്നത്. പിറ്റേ ദിവസത്തെ സഫാരി ഞങ്ങൾ ഏകദേശം രാവിലെ 5 മണിയായപ്പോൾ തുടങ്ങി. ഇത് ഞങ്ങളുടെ ഈ ട്രിപ്പിലെ അവസാനത്തെ സഫാരിയാണ്. ഒരു മാർബിൾ ക്വാറിയുടെ അടുത്തേക്കാണ് ഇന്ന് നമ്മൾ പോണത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ട്രാക്കിൽ പുലിയുടെ പഗ്മാർക്ക് കണ്ടിട്ടാണ് ഞങ്ങൾ അതിനെ തപ്പി പോണത്. അത്യാവശ്യം തെറ്റില്ലാത്തൊരു സെർച്ച് ലൈറ്റും അതുപോലെ തന്നെ വണ്ടിയുടെ വെളിച്ചത്തിലുമാണ് ഞങ്ങൾ പുലിയെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. വളരെ കുറച്ച് സമയം മുമ്പ് മാത്രം നടന്നു പോയേക്കണ പഗ്മാർക്കിനെ ഫോളോ ചെയ്താണ് ഞങ്ങളിപ്പോൾ പോണത്. ഇത്രയും പുതിയ പഗ്മാർക്ക് ആയതുകൊണ്ട് പുലിനെ കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വീഡിയോ ഓണാക്കി വെച്ചേക്കണത്. അങ്ങനെ ഒരു വളവ് തിരിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും പുലി ഒരു കല്ലുമ്മ കയറുന്ന കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത്. കുറച്ച് നേരം പുലിയുടെ ഒറ്റയ്ക്കുള്ള ഫോട്ടോകൾ എടുത്തപ്പോഴേക്കും പുലി തൊട്ടടുത്തുള്ളൊരു ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറി. പിന്നീട് ഞങ്ങൾ കണ്ടത് 2 പുലികൾ ഒരുമിച്ച് ഈ പണി തീരാത്ത ബിൽഡിങ്ങിൻ്റെ മേലിലിരിക്കുന്നതാണ്. വെട്ടം വന്ന് മറ്റുള്ള വണ്ടികൾ ഞങ്ങൾ നിൽക്കുന്നിടത്തേക്ക് വന്നപ്പോഴേക്കും പുലി പയ്യെ മാർബിൾ കൂട്ടങ്ങളുടെ ഇടയിലേക്ക് വലിഞ്ഞു.
ഇതാണ് ട്ടോ ഇപ്പോൾ പുലീനെ കിട്ടിയ സ്ഥലത്തിൻ്റെ വെളിച്ചത്തിലുള്ള കാഴ്ച. അങ്ങനെ ഇത്രയും ദിവസത്തെ ജയ്പൂരും ജവായി ട്രിപ്പും കഴിഞ്ഞ് കുറേയധികം ലെപ്പേഡിൻ്റെ പടങ്ങളുമായിട്ടാണ് സന്തോഷത്തോടു കൂടി ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങുന്നത്.